കിഷ്കിന്ദ കാണ്ഡം. യെസ്, ആസിഫ് അലി നായകനായ മൂവി കണ്ടിട്ട് വന്നിട്ടുള്ള ഒരു റിവ്യൂ ആണ്. റിവ്യൂ കുറച്ച് ലേറ്റ് ആയെന്ന് എനിക്കറിയാം. റെസ്പോൺസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ARM അജയന്റെ രണ്ടാം മോഷൻ നമ്മൾ ട്രെയിലർ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷേ ആ മൂവി കാണാൻ പറ്റില്ല. ഇവിടെ 3D വന്നിട്ടില്ല. സോ വയനാട്ടിൽ 3D നാളെ ഉണ്ടാവുന്നതാണ്. സോ നാളെ മാക്സിമം പറ്റുകയാണെങ്കിൽ ആ പടം പോയി കാണാം. നാളെ 2 പടങ്ങൾ വേറെ റിലീസാണ്, കൊണ്ടലും അതുപോലെ തന്നെ ബാഡ് ബോയ്സും. സോ ഏത് പടം കാണണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നമുക്ക് നേരെ ഈ പടത്തിൻ്റെ ഒരു റിവ്യൂയിലേക്ക് കാര്യങ്ങളിലേക്ക് പോകാം. റിവ്യൂ എന്ന് ഞാൻ പറയുന്നില്ല, ഇറ്റ്സ് മൈ ഒപ്പീനിയൻ, എൻറ്റയർലി മൈ ഒപ്പീനിയൻ. ഇത് ഒരു ഓണാഘോഷം തൂക്കുമോ, ഓണാഘോഷം വിന്നർ ആവുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇതൊരു സ്ലോ പേസ് പടമാണ്. യെസ്, ഒബ്വിയസ്ലി ഈ ഒരു പടം എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണിച്ച പോലെ ഇതൊരു സ്ലോ പേസ് പടമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയി ഇരുന്ന് ഇറങ്ങി വരാൻ പറ്റിയ ഒരു പടം എന്നേ ഞാൻ പറയുള്ളൂ. ഒരു വലിയൊരു മാസീവ് ഹിറ്റ് അല്ലെങ്കിൽ കൊടൂര ഹിറ്റ്, കൊടൂര പണം വാരി ചിത്രം, അങ്ങനെ ഒന്നും ഞാൻ ഈ ഒരു പടത്തിന് പറയുന്നില്ല. പക്ഷേ ഒരു ഡീസൻറ്റ് പടമാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ നിങ്ങൾ ഈ ഒരു പടം പോയി കാണണം. ഇങ്ങനൊരു പടമാണ് ഞാൻ കാണാൻ പോകുന്നത്, ഇതിൽ ഞാൻ ഒരു ട്രെയിലർ കണ്ടിട്ട് ഇങ്ങനെ ഒരു സംഭവമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിൽ അപർണ ബാലമുരളി, ആസിഫ് അലി, വിജയരാഘവൻ, അശോകൻ, ജഗദീഷ് ഇവരൊക്കെയാണ് മെയിൻ റോളിൽ അല്ലെങ്കിൽ മെയിൻ ലീഡ് ക്യാരക്ടേഴ്സായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇവരാണ്, അതായത് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻറ്റ് റോൾസിൽ നിന്ന് വരുന്നത് ആസിഫ് അലി, അപർണ ബാലമുരളി, അതുപോലെ തന്നെ വിജയരാഘവൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഒരു എൻ്റയർലി ഒരു വേറെ ലെവൽ സാധനം തന്നെയാണ് പുള്ളിയൊക്കെ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അഭിനയം കേട്ടോ, ഇത് മീൻസ് ഇതൊരു മാസ് പടയേ അല്ല. നിങ്ങൾ അങ്ങനെ ഒരു പടമെന്ന് വിചാരിച്ച് ഇത് വരികയേ വേണ്ട. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫിൽ ഈ പടം പോകുന്നൊരു രീതിയുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സ്ലോ പേസിൽ തന്നെയാണ് ഈ പടം മീറ്റർ പിടിച്ചിരിക്കുന്നത്. പിന്നെ കിഷ്കിന്ദ കാണ്ഡെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഇതിൽ കുരങ്ങന്മാരുമായിട്ടുള്ള ഒരു ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിലേക്ക് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ട്, റിലേറ്റഡ് ആണ്. പക്ഷേ ഒരു വലിയൊരു സംഭവം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു നോർമൽ പേസിൽ ഇങ്ങനെ പോയി അവസാനം കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേണുകൾ, ട്വിസ്റ്റ് എന്നല്ല അതിനെ പറയാം, അത് ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് പോകുന്നൊരു സംഭവമാണ്. ആസിഫ് അലിൻ്റെ പെർഫോമൻസ് പറയേണ്ടതാണ് കേട്ടോ. ആസിഫ് അലിൻ്റെ ഒരു പെർഫോമൻസ് കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിട്ടാണ്, ജീവിത അനുഭവങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികൾ അനുഭവിച്ച ഒരു വ്യക്തിയാണെന്നൊക്കെയുള്ള രീതിയിൽ ഫസ്റ്റ് ഷോട്ട് വെൻ വി ലുക്ക് ആസിഫ് അലീസ് ഫസ്റ്റ് ഷോട്ട്, ആ ഒരു ഷോട്ടിൽ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ പുള്ളി എന്താണോ പുള്ളിയുടെ ലൈഫിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് ആ മുഖത്ത് നിന്ന് നമുക്ക് എടുക്കാൻ ആ ഒരു ക്യാരക്ടറിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മീൻസ് നമുക്ക് ആ ഫസ്റ്റ് ഷോട്ട് കാണുമ്പോൾ തന്നെ ഒരുപാട് സംഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണെന്ന് ആ ഫസ്റ്റ് ഇതിൽ തന്നെ അപ്പിയറൻസിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. അടിപൊളിയായിട്ട് കുറേ ഇമോഷണൽ സീൻസ് ആസിഫ് അലിക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഓവറാക്കിയിട്ടില്ല. അതാണ് മീൻസ് ഒരു എക്സാജുറേഷനോ അങ്ങനെ ഒരു ഓവർ സംഭവമൊന്നും പുള്ളി ചെയ്തിട്ടില്ല. നൈസായിട്ട് അത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ട്. സോ അപർണ ബാലമുരളിയുടെ ഒരു ക്യാരക്ടറാണെങ്കിലും അതും ആ ഒരു മീറ്ററിലാണ്, ഓവർ എന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു മീറ്ററിലാണ് അപർണ ബാലമുരളീൻ്റെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ എന്തായാലും അതായത് ഈ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും, എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈ പടം സ്ലോ പേസ് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒരു എൻ്റയർലി ആ പടത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നമുക്ക് എന്താണെന്ന് ഇങ്ങനെ അറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ജനിപ്പിച്ച് അങ്ങനെ പോകുന്നു. ഒരു വലിയ ക്യൂരിയോസിറ്റി, ബൂം 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 ആ സാധനമല്ല. പിന്നെ അതുപോലെ തന്നെ വലിയ മാസ് ഡിഷും ഫൈറ്റോ അങ്ങനത്തെ സംഭവങ്ങളോ അതൊന്നും ഈ ഒരു സിനിമയിലില്ല. അങ്ങനെ ആ സംഭവങ്ങളൊന്നും ഈ പടത്തിലില്ല. നൈസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ലൊക്കേഷൻ്റെ കാര്യങ്ങളാണ്, ലൊക്കേഷനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിലമ്പൂരും ആ ഒരു സ്ഥലമൊക്കെ നല്ല രീതിയിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്ത് എടുത്തു വെച്ചൊരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു വലിയ പടം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ എന്തായാലും ഒരു ഡീസൻറ്റ് പടം എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. പലപ്പോഴും ഇപ്പോൾ ഞാൻ ഗോട്ടിൻ്റെ റിവ്യൂ പറഞ്ഞപ്പോഴും ഗോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇത്രയും മോശം പടം. അത് ഓരോരുത്തർ പെർസ്പെക്റ്റീവാണ് കേസ്. എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ സിനിമകളിൽ ഇങ്ങനെ പോയി കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം ഓരോ സിനിമയിൽ വന്ന ഓരോ സാധനങ്ങളും ഇതൊക്കെ വരുമ്പോൾ എനിക്കിങ്ങനെ എന്തോ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു ഇതിലിങ്ങനെ ഒഴുക്കിൽ പോകാൻ പറ്റുന്നുണ്ട്. ഇത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പലരും പല പെർസ്പെക്റ്റീവിലായിരിക്കും സിനിമ കാണുന്നത്. ചിലർ നല്ല പടമാണെന്നൊക്കെ കേട്ട് നല്ലൊരു എക്സ്പെക്റ്റേഷനിൽ ഇരുന്ന് കാണുന്നവർക്ക് ചിലപ്പം പടം ഇഷ്ടപ്പെടില്ല. ചിലപ്പം ആസിഫ് അലിൻ്റെ ഒരു ഫൈറ്റ് സീനോ അല്ലെങ്കിൽ മാസ് സീനോ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവരുണ്ടാവും, അവർക്ക് ഈ പടം ഇഷ്ടപ്പെടില്ല. അങ്ങനെ തന്നെയാണ് ഓരോ സിനിമകളും. നമുക്ക് വെക്കുന്ന എക്സ്പെക്റ്റേഷൻസ് ആണ് നമ്മളെ ഇതാക്കുന്നത്. സോ ഞാൻ ഈ ഒരു പടം കറക്റ്റ് ഇത് കാണണം എന്ന് വിചാരിച്ച് പോയി കണ്ടതല്ല. ARM കാണുന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ 3D വന്നിട്ടില്ലായിരുന്നു. നാളെ 3D വരുന്നതാണ് മാനന്തവാടി മാരുതിയിൽ പറഞ്ഞത്. സോ ഒബ്വിയസ്ലി നമുക്കത് കാണാൻ പറ്റുമെങ്കിൽ നാളെ എന്തായാലും പോയി കാണണം.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഈ പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെയാണ്, ഈ ഒരു പടത്തിൻ്റെ ഒരു സ്ലോ പേസ് റേസ് ആണ് ഈ ഒരു പടം എന്ന് പറയുന്നത്. അവസാനം വരുമ്പോഴത്തേനും നൈസായിട്ട് വേറൊരു രീതിയിലൊക്കെ ഈ പടം കൊണ്ടുപോകുന്നുണ്ട്, ഇമോഷണൽ സീൻസ് ഒക്കെ ആണെങ്കിൽ. സോ അങ്ങനത്തെ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പോയി ടിക്കറ്റ് എടുത്ത് ഈ ഒരു പടം കണ്ടോ. അല്ലാത്തവരോട് ഞാൻ നിർബന്ധിക്കുന്നില്ല. സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്.